ഏകാന്തതയും സന്തോഷവും അഥവാ സോളിറ്റ്യൂഡ് ആൻഡ് ഹാപ്പിനെസ്. നമ്മൾ എപ്പോഴും ഒറ്റപ്പെടലിനെ പറ്റി സംസാരിക്കാറുണ്ടല്ലേ? പക്ഷേ ഏകാന്തതയിൽ നമ്മൾ എത്രത്തോളം സന്തോഷവതിയാണ് അഥവാ സന്തോഷവാനാണ്? നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അതിനെ ഏകാന്തത എന്ന് വിളിക്കാമോ? വാട്ട് എ സോളിറ്റ്യൂഡ്, എന്താണ് ഏകാന്തത? ഇന്ന് അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് കേട്ടോ. ഏകാന്തത എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ്സ് എ ചോസൺ സ്റ്റേറ്റ് ഓഫ് ലോൺലിനെസ് അല്ലെങ്കിൽ ബീങ് എലോൺ. നമ്മൾ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ലോൺലി അറ്റ്മോസ്ഫിയറിന് ഏകാന്തത എന്ന് പറയാം. നമ്മൾ ആ പുറമേയുള്ള എല്ലാ ശബ്ദങ്ങളെയും എല്ലാത്തിന്നും അവോയ്ഡ് ചെയ്ത് നമ്മളിലേക്ക് തന്നെ തിരിയുന്ന അവസ്ഥ. പക്ഷെ അത് ലോൺലിനെസ് ആയിട്ട് ഡിഫറൻസ് ഉണ്ട്. കാരണം ലോൺലിനെസ് എന്ന് പറയുമ്പോൾ തീർത്തും ഒറ്റപ്പെടലാണ്. നമ്മളെല്ലാത്തിന്നും ഒറ്റപ്പെട്ട് കഴിയുക എന്നുള്ളത്. നമ്മുടെ ചുറ്റുമൊന്നുമില്ല, വി ഫീൽ ദ ഡെസേർട്ടഡ്നെസ്, അല്ലെങ്കിൽ നമ്മളെ ഒരു ബിലോങ്ങിങ്നെസ് അല്ല, അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് എന്നുള്ള ഒരു ഫീല് ഇല്ലാണ്ടിരിക്കുന്നു. നമുക്ക് ആരുമായിട്ടും ഒറ്റ ഇതായിട്ടും ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ടിരിക്കുക. ബട്ട് സോളിറ്റ്യൂഡ് ഈസ് സംതിങ് റിഫ്രഷിങ് വിച്ച് ബ്രിങ്സ് യു മോർ ഹാപ്പിനെസ് ഓർ മോർ ബിലോങ്ങിങ്നെസ് ടു യു. നമ്മളിലേക്ക് തന്നെ നമ്മളെ കണ്ടെത്താനുള്ളൊരു ഒരു മാർഗമാണ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കുറച്ച് ഇമോഷണൽ ഫീലിംഗ് ആണ് കേട്ടോ സോളിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ. Be so fulfilled with yourself that even when you are alone you feel in good company. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മളുടെ തന്നെ കമ്പനി നമുക്ക് റിഫ്രഷിംഗ് ആയിട്ട് തോന്നും. ആ ഒരു അവസ്ഥ പലപ്പോഴും ഒറ്റപ്പെടുമ്പോൾ പലരും വിഷമിക്കാറുണ്ടല്ലേ? എപ്പോഴൊക്കെയാണ് നമ്മൾ ഒറ്റപ്പെടുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾക്ക് ചിലപ്പോൾ ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഉണ്ടാകുമ്പോൾ, നമ്മൾ ജനിച്ച് വളർന്ന നാടുമായിട്ട് അകന്ന് ജീവിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടും. കാരണം നമ്മൾ ജീവിച്ചിരുന്ന സിറ്റുവേഷൻസ് അല്ല പിന്നീട് നമ്മൾ ജീവിക്കുന്നത്. അതേത് നാടും ആവട്ടെ. നമ്മൾ ചെറുപ്പത്തിൽ വേറൊരു നാട്ടിൽ ജനിച്ച് വളർന്ന ആളാണെങ്കിൽ ചിലപ്പോൾ സ്വന്തം നാടെന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ നമുക്കൊരു ഒറ്റപ്പെട്ട ഫീൽ ഉണ്ടാകും. കാരണം അവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഒരു പരിചയമില്ലാത്ത സിറ്റുവേഷൻസ് ആയിരിക്കും. അങ്ങനത്തെ ഒറ്റപ്പെടലല്ല ഇത് ഏകാന്തത എന്നുള്ളതാണ്. നമ്മൾ ചില ലോൺലി ട്രാവലേഴ്സിനെ കണ്ടിട്ടില്ല, ഇത് എൻജോയ് ദിയർ ജേർണി. അതായത് അവരെപ്പോഴും ഫിസിക്കലി അലോൺ ആവാനായിട്ട് ഏകാന്തത ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അവരപ്പോൾ എന്താ പറയുക, നമ്മളെല്ലാവരും എല്ലാവരിലും അത്തരം ഒരു കഴിവുണ്ട്. ഏകാന്തതയെ ഇഷ്ടപ്പെടുന്ന, അതിൽ എൻജോയ് ചെയ്യുന്ന ഒരു കഴിവുണ്ട് നമ്മളുടെ ഉള്ളിൽ. ബട്ട് വി നെവർ വോണ്ട് ടു ഫേസ് ദാറ്റ്. നമുക്ക് ആ ഒരു സോളിറ്റ്യൂഡ് എന്നുള്ളൊരു ആ ഒരു ഫേസ് നമുക്ക് ചലഞ്ചിങ് സിറ്റുവേഷൻ പോലെ പലപ്പോഴും തോന്നാറുണ്ട്. ഓ ഭയങ്കര ഒറ്റയ്ക്കാണ്, ഭയങ്കര ബോറടിയാണ്. ബട്ട് ദർ ഇസ് എ ഹാപ്പിനെസ്. എപ്പോഴെങ്കിലും നമ്മൾ എങ്ങനെ നമ്മളുടെ ഒറ്റയ്ക്കുള്ള സമയങ്ങൾ നല്ല രസകരമായിട്ട് ചിന്തിക്കാം, അല്ലെങ്കിൽ രസകരമായിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്നാലോചിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും വിചാരിക്കുക ഇതൊക്കെ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കിരിക്കുക ഭയങ്കര ബോറിങ്ങാണ്, ഫ്രണ്ട്സായിട്ടൊന്ന് ചുറ്റിക്കറങ്ങി വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെലിവിഷൻ ഓൺ ചെയ്യാം, മൊബൈൽ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ അതിലുള്ള എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ കേട്ടിരിക്കുക, അങ്ങനെയല്ലേ. പക്ഷെ ഒറ്റയ്ക്കിരിക്കണേൽ കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ള തന്നെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ നമ്മളുടെ കാര്യങ്ങൾ ഫർദറായിട്ട് എങ്ങനെ നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറച്ച് ബുദ്ധികളൊക്കെ തലയിലേക്ക് വരുന്നത് പറയുന്നത്. സോ സോളിറ്റ്യൂഡ് മീൻസ് വി ക്യാൻ ക്രിയേറ്റ് അവർ ഓൺ സ്പേസ്, വി ക്യാൻ ഡിസ്കവർ അവർ സെൽഫ്. നമ്മൾ മറന്നുപോയൊരു നമ്മളുണ്ടല്ലോ നമ്മളുടെ ഉള്ളിൽ, ആ നമ്മളെ കണ്ടെത്താൻ ഈ ഒരു ഏകാന്തത, ഈ ഒരു ഫേസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും നമ്മൾ ക്രൗഡിൻ്റെ ഉള്ളിലാണെങ്കിൽ കൂടി, ഫാമിലിയുടെ ഉള്ളിലാണെങ്കിൽ കൂടി, ഫ്രണ്ട്സിൻ്റെ ഉള്ളിലാണെങ്കിൽ കൂടി, വിൽ ഫീൽ ദ ഡിസ്കണക്ഷൻ. നമുക്ക് ആ ഒരു ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുമല്ലേ? മറ്റുള്ളവരിൽ നിന്ന് ഞാൻ കണക്റ്റഡ് അല്ല എന്ന് ഫീൽ ചെയ്യും. പല ക്രൗഡിനുള്ളിൽ പോയാലും അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് വെൻ വി ചൂസ് സോളിറ്റ്യൂഡ്, ആ ഹാപ്പിനെസ് എന്നുള്ളത് മാത്രമായിരിക്കും നമ്മൾക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. പലപ്പോഴും ലോൺലിനെസ് എന്നുള്ളത് സോളിറ്റ്യൂഡ് എന്നുള്ള എക്സ്റ്റെൻഡിലേക്ക് എത്താത്ത കാരണം എന്താ വെച്ചാൽ വി ഫീൽ പോവർട്ടി ഓഫ് അവർ സെൽഫ്. നമുക്ക് നമ്മളെ തന്നെ അറിയാനുള്ള സമയമില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. ബട്ട് സോളിറ്റ്യൂഡ് ഇസ് റിച്ച്നെസ് ഓഫ് സെൽഫ്. നമ്മൾ തന്നെ നമ്മളറിയുന്നു, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. റീസെൻ്റ്ലി ഞാൻ ഇൻട്രാക്ട് ചെയ്ത ഒരാൾ എന്നോട് പറഞ്ഞു അവർക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം അത്രേ. ഒറ്റയ്ക്കിരിക്കണത് നല്ലതല്ല അങ്ങനെയൊക്കെ പറയല്ലേ, കുറേ നേരം ആരുടെയും കമ്പനി ഇല്ലാണ്ട് അതൊരു ഡെസേർട്ടഡ് ഫീലിംഗ് തന്നെയാണ്. പക്ഷേ ദ പെർട്ടിക്കുലർ പേഴ്സൺ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഇഫ്
ഷി ഓർ ഹി വാണ്ടഡ് ടു ബി ഇൻ കമ്പനി ഓഫ് സമ്മൺ. അത്യാവശ്യമുള്ളൊരു കമ്പനി വേണ്ട സമയത്ത് തന്നെ ഷീ ചൂസസ് ടു ബി അലോൺ. അതെനിക്ക് ഭയങ്കര അതിശയം തോന്നി. നമ്മളൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ടെൻഷനായി, പേടിയായി അങ്ങനത്തെ. പക്ഷെ ആ ഒരു സോളിറ്റ്യൂഡ് എൻജോയ് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ. ചില ഇത്തിരി പ്രായമായ ആളുകൾ, അവർക്ക് അവരുടേതായൊരു ലോകമുണ്ട്. അവരുടെ എഴുത്ത്, അവരുടെ വായന, അവരുടെ ചിട്ടയായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്. അതിന്ന് അവർക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ബിക്കോസ് ദേ ആർ എൻജോയിങ് ദ ഫേസ് ഓഫ് ലൈഫ്. ആ ഒരു പെർട്ടിക്കുലർ ഫേസ് ഓഫ് ലൈഫ്. നമ്മൾ വിചാരിക്കും റിട്ടയർ ആയി കഴിയുമ്പം വാട്ട് ഈസ് നെക്സ്റ്റ്, ബോറടിയാന്നുള്ളത്. റീസെൻ്റ്ലി ഞാൻ കണ്ടൊരു ഒരു സ്റ്റാറ്റസാണ് കേട്ടോ. നമ്മൾ ആ ഒരു വ്യക്തി നല്ല പ്രായമായതാണ്, പക്ഷേ ഷീ ഈസ് എൻജോയിങ് ഹെർ റിട്ടയർഡ് ലൈഫ്. നല്ല രസമുള്ള കഥകൾ കേൾക്കുന്നു ഇരുന്ന്, അതുപോലെ ഡാൻസ് ചെയ്യുന്നു. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു ഫേസ് എന്ന് പറയുമ്പോൾ, റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ലോൺലി ഒരു ഫേസ്, അതിൽ കൂടെ കടന്നു പോകണം എന്ന് വിചാരിച്ച് പേടിക്കുന്ന ഒരു ഫേസാണ്. ബട്ട് ഷീ ഫൗണ്ട് സംതിങ് സോ ഇൻട്രസ്റ്റിംഗ്. ഒരു ഫ്ലൂട്ട് കാണുന്നു, അത് സ്റ്റാറ്റസ് ആയിരുന്നു. അപ്പം ലൈക്ക് എന്താ പറയുക, ഷീ ഈസ് കണക്റ്റിംഗ് ഹെർസെൽഫ് ടു സംതിങ് ഷീ നെവർ നോട്ടീസ്ഡ്. അത്തരം പുതിയ പുതിയ കാര്യങ്ങൾ, അതൊരു അതൊരു ഫേസാണല്ലേ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഫേസ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഈ ജോഗ്രഫിക്കൽ ബാരിയർ, ആ സമയത്ത് നമുക്കൊരു ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ഇനി എന്ത്, ഞാൻ എൻ്റെ നാടും വീടും കടന്നു പോന്നു, ഇനി എന്തെന്നുള്ളത്. അപ്പോഴും ഈ ഒറ്റയ്ക്കിരിപ്പ് എന്ന് പറയുന്നതൊരു മടുപ്പാണ്. പക്ഷെ അവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യാനുണ്ടാവും. സത്യം പറഞ്ഞാൽ പൂമ്പാറ്റകളെയും കിളികളെയൊക്കെ നോക്കുമ്പോൾ അവർ അവരുടെ ലോകത്ത് എൻജോയ് ചെയ്ത് നടക്കുക അല്ലേ. പലപ്പോഴും ഒറ്റപ്പെടുക, ഒറ്റയ്ക്കാവുക എന്നുള്ള വേർഡ്സും തോട്ട് ഇൻ്റലിജൻസ് മനുഷ്യനുള്ളത് കൊണ്ടായിരിക്കാം ഹി നെവർ ഫീൽ ലൈക്ക് ഫുൾഫിൽഡ് ഇൻ ഹിംസെൽഫ്. സോ നിങ്ങളിൽ എത്ര പേര് ആ സോളിറ്റ്യൂഡ് ഫീലിംഗ് ഹാപ്പി ഫീലിംഗ് ആയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്, അതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്? ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹാപ്പി ആയിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാറ്? അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് കൂടി പറയണേ. താങ്ക് യു ഫോർ ലിസ്ണിങ് ടു മീ, ജിത്ത.